ശ്രീനിവാസനെ കുറിച്ച് പറയുമ്പോൾ ഒരു 43 കൊല്ലത്തെ ദൃഢമായ ഒരു ഫ്രണ്ട്ഷിപ്പാണ്. എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക തരത്തിലുള്ളൊരു സ്വഭാവം വെച്ചുകൊണ്ട് എല്ലാം വെട്ടിത്തുറന്ന് പറയുന്ന ഒരു നേച്ചറായിരുന്നു. അതിനകത്ത് സൗഹൃദമോ കാര്യങ്ങളൊന്നും നോക്കത്തില്ല. സിനിമയുടെ കാര്യമാണെങ്കിൽ നല്ല സിനിമ, TV പരിപാടിയാണെങ്കിൽ നല്ല TV പരിപാടി, നല്ല കഥ, നല്ല തിരക്കഥ, അതിനുവേണ്ടി ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത ഒരാളാണ്. ഒരു തിരക്കഥ അദ്ദേഹത്തിൻ്റെ അടുത്ത് കൊണ്ട് വന്നു കഴിഞ്ഞാൽ അദ്ദേഹം അത് വായിച്ചതിന് ശേഷം പുതിയൊരാളാണെങ്കിൽ പോലും ഒരു മിനിമം 10 ചോദ്യം അങ്ങോട്ട് ചോദിക്കും. ആ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞെങ്കിൽ മാത്രമേ ഈ തിരക്കഥയുമായിട്ട് മുന്നോട്ട് പോകത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ശ്രീനിവാസൻ്റെ അടുത്തോട്ട് പോകാൻ ഭയമാണ്. കാര്യം ചോദിക്കുന്ന ചോദ്യങ്ങൾ അത്ര കൃത്യമാണ്. എന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്ന, ഞാൻ ശ്രീനിവാസനുമായിട്ട് ഇത്രയും സിനിമയെ അഭിനയിച്ചു, ഇത്രയും കാലം ഒന്നിച്ച് നടന്നെങ്കിലും അദ്ദേഹത്തെക്കുറിച്ച് അവിടെ ഇവിടെയൊക്കെ പരാമർശിച്ചു, അല്ലെങ്കിൽ ഒരു സിനിമയുടെ കാര്യം വരുമ്പം ആ കഥാപാത്രത്തെക്കുറിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു സൃഷ്ടിയെക്കുറിച്ചൊക്കെ പറയുന്നുള്ളതല്ലാതെ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന ഒരു സാഹചര്യം ഞാൻ ആഗ്രഹിച്ചിരുന്നു. അതിങ്ങനെ ഒരു സാഹചര്യമായി പോയി എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദുഃഖകരമായ കാര്യം. ഒരിക്കൽ പോലും ഈ 43 കൊല്ലത്തിനകത്ത് വെച്ച് ഒരിക്കൽ പോലും ഒരു ചെറിയ നീരസം പോലും ഉണ്ടാകാത്ത ഒരു സുഹൃത്തായിരുന്നു. പല സന്ദർഭങ്ങളിലും ഞാൻ തന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാനായതുകൊണ്ട് ഇതെല്ലാം ക്ഷമിക്കുന്നു, സഹിക്കുന്നു, വേറെ ആരെങ്കിലും ആണെങ്കിൽ ഇട്ടിട്ട് എറിഞ്ഞിട്ട് പോയേനെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പൊട്ടിച്ചിരിക്കും. അദ്ദേഹത്തിൻ്റെ ചിരിയും വളരെ പ്രസിദ്ധമാണ്. നോൺ സ്റ്റോപ്പ് ചിരിയാണ് അദ്ദേഹത്തിൻ്റെ സൃഷ്ടികൾ പോലെ തന്നെ, സർക്കാസം പോലെ തന്നെ അദ്ദേഹം ചിരിക്കുന്നതും അത്രയും എൻജോയ് ചെയ്തിട്ടാണ് ചിരിക്കുന്നത്. ആ കാലയളവിനുള്ളിൽ വെച്ച് ആദ്യത്തെ സിനിമ എൻ്റെ ഓർമ്മയിൽ ഓടരുതമാവ ആളറിയാമാണ്. അതിന് കഥകളെല്ലാം കാര്യങ്ങളെല്ലാം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. തുടക്കത്തിൽ പ്രിയദർശൻ എന്നോടൊരു ചെറിയ അഭിപ്രായ വ്യത്യാസമോ അല്ലെങ്കിൽ ഞാൻ ശരിയല്ല എന്നൊരു തോന്നലുണ്ടാകുമ്പോഴൊക്കെ അത്ര വലിയ ഒരു ബന്ധമില്ലാതിരുന്ന കാലത്ത് തന്നെ ശ്രീനിവാസൻ എനിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്ത് പിൽക്കാലത്ത് പ്രിയദർശനെ തിരുത്തി അവിടുന്ന് തുടങ്ങുന്ന സൗഹൃദം ഓർക്കാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരു ദിവസം ഞാൻ അവിചാരിതമായിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു, നമ്മൾ ഇത്രയും കാലം ഒന്നിച്ച്, നിങ്ങൾ കഥ, തിരക്കഥ, സംഭാഷണ, സംവിധാനം, അഭിനയം എല്ലാം ഉണ്ട്, അപ്പം നമുക്കൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യണം. വലിയ ബ്രഹ്മാണ്ഡ ചിത്രമൊന്നുമല്ല, പക്ഷെ അത് നമ്മുടെ ജീവിതത്തിൽ ഒരു നാഴികക്കല്ലായിരിക്കണം, നല്ലൊരു സിനിമ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിനും അദ്ദേഹം പൊട്ടിച്ചിരിച്ചു. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പം ഒരു കല്യാണം, എറണാകുളത്തുള്ള ഒരു കല്യാണം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഞാൻ വന്നപ്പം പെട്ടെന്ന് അദ്ദേഹം എന്നെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയിട്ട് പറഞ്ഞു, ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, കല്യാണം അതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് മാറ്റി നിർത്തിയിട്ട് കഥ പറയുമ്പോൾ എന്ന സിനിമയുടെ കഥ എന്നോട് പറയുകയാണ്. എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. ആ കഥ പറഞ്ഞിട്ട് പറഞ്ഞു, നീ എൻ്റെ അടുത്ത് അന്ന് ഒരു കാര്യം പറഞ്ഞില്ലേ, ഒരു സിനിമ എടുക്കണമെന്ന്, നമുക്ക് ഈ കഥയായാലോ? ഞാൻ പറഞ്ഞു, ഇതിനപ്പുറം ഒരു കഥയില്ല. കാര്യം ഇത് സൗഹൃദത്തിൻ്റെ, ലോകമെമ്പാടും സുഹൃത്തുക്കളുടെയും സൗഹൃദത്തിൻ്റെയും ഒരു സന്ദേശം കൊടുക്കുന്ന ഒരു കഥയാണിത്. തീർച്ചയായിട്ടും ഇത് വേറെ ആർക്കും വിട്ടുകൊടുക്കരുത്, നമ്മൾ തന്നെ എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ചിരിച്ചു പറഞ്ഞു. ഞാൻ ചോദിച്ചാൽ അതെന്താണ് ചിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അല്ല, എൻ്റെ അളിയനുണ്ട്, വിമലയുടെ ബ്രദർ മോഹൻ, അവൻ്റെ അടുത്ത് ഞാൻ വാക്ക് പറഞ്ഞു പോയി. അപ്പോൾ അവനാണ് സംവിധാനം ചെയ്യുന്നത്. ഒരു നിർമ്മാതാവെന്ന നിലയിൽ നിനക്കെല്ലാം അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ഈ കഥ പൊളിയും, ഈ സിനിമ പൊളിയും ഇവിടെ വെച്ച് തന്നെ. അപ്പം ഞാൻ പറഞ്ഞ്, നിങ്ങളുടെ അല്ലേ അളിയൻ, ഒരു പ്രശ്നമില്ലെന്ന് പറഞ്ഞിട്ടാണ് M. മോഹൻ ഈ കഥ പറയുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്നിച്ചാണ് മമ്മൂക്കയുടെ വീട്ടിൽ പോയി അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ മുമ്പിൽ വെച്ച് ഈ കഥ പറയുകയും റെമ്യൂണറേഷൻ ചോദിക്കുകയും അദ്ദേഹം ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെയ്തു തരാമെന്നൊക്കെ. എല്ലാം ഗോൾഡൻ മൊമെൻറ്റ്സാണ്. ജീവിതത്തിലും സിനിമയിലും ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ഗോൾഡൻ മൊമെൻറ്റ്സാണ്. പിന്നീട് തട്ടത്തിൻ മറയത്ത് അദ്ദേഹം എടുത്തിട്ട് അദ്ദേഹം ഇങ്ങനൊരു കഥ കേട്ടു. വിനീതാണ് എഴുതിയത്. അപ്പം കഥ ഇന്നലെ തിരക്കഥ മുഴുക്ക വായിച്ചിട്ട് കുറേ കാലത്തിന് ശേഷം എനിക്ക് ദുഃഖം കൊണ്ടാണോ സന്തോഷം കൊണ്ടാണോ എന്നറിഞ്ഞൂടെ എൻ്റെ കണ്ണ് നിറഞ്ഞു. നമുക്ക് ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്താലോ? ഞാൻ പറഞ്ഞു, പിന്നെ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞപ്പോൾ
അദ്ദേഹം വീണ്ടും അദ്ദേഹത്തിൻ്റെ ഒരു രീതിയിൽ എന്നോട് പറഞ്ഞു, നമുക്ക് രണ്ടുപേർക്കും റോൾ ഉണ്ടാവും എന്നുള്ള കാര്യം സംശയമാണ്. എല്ലാം സംവിധായകനാണ്. വിനീത് മകനാണെങ്കിലും വിനീത് തീരുമാനിക്കും. അപ്പം ഞാൻ പറഞ്ഞ കഥ കേട്ടിട്ട് എവിടെയെങ്കിലും സാധ്യതയുണ്ടോ? സാധ്യതയൊക്കെ ഉണ്ട്, പക്ഷെ അതെല്ലാം സംവിധായകൻ്റെയും തിരക്കഥാകൃത്തിൻ്റെയും രണ്ടും ഒരാളാണ്. അവരുടെ ഇതിന് വിട്ടുകൊടുക്കണം. നമ്മൾ അതിനകത്ത് കയറി നമ്മൾ പ്രൊഡ്യൂസർ എന്ന നിലയിൽ നമ്മൾ കൈകടത്താൻ പാടില്ല. ഞാൻ പറഞ്ഞു ഓക്കെ, നമ്മളില്ലെങ്കിൽ ഇല്ല, പക്ഷേ സിനിമ ഇത് നമ്മളെടുക്കണം. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും ഫോൺ വിളിച്ചിട്ട് ഒരു പൊട്ടിച്ചിരിയാണ്. ഞാൻ ചോദിച്ചു എന്താണ്? ഞാനകത്തായി, നിൻ്റെ കാര്യം ഇപ്പോഴും സംശയത്തിലാണ്. ഇതാണ് അദ്ദേഹം ജീവിതത്തെ നോക്കിക്കാണുന്ന രീതി. പിന്നീട് 2 സിനിമയും വിജയിച്ചു. പിന്നീട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും സിനിമ അങ്ങോട്ട് നിർമ്മിക്കാൻ പറ്റാത്ത ഒരു തരത്തിലുള്ള ബിസിനസ് ആയിപ്പോൾ. അദ്ദേഹത്തിന് പല തരത്തിലുള്ള ബിസി, ഞാനും പല തരത്തിലുള്ള ബിസി. അപ്പം ഒരു നിർമ്മാതാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 hours ഒരു സിനിമയുടെ പിന്നിൽ 6 മാസം മിനിമം ശ്രദ്ധയോടെ നിൽക്കേണ്ടതാണ്. കാര്യം സാമ്പത്തികവും കൂടെ ഉൾപ്പെട്ടതാണ്. അതുകൊണ്ട് ഞങ്ങൾ ലുമിയർ ഫിലിംസ് എന്ന് പറഞ്ഞ ഞങ്ങളുടെ രണ്ടുപേരുടെയും കൂടെ ചേർന്നിട്ടുള്ള സിനിമാ കമ്പനി അവിടെ നമ്മൾ തൽക്കാലം നിർത്തി എന്നാണ് പറഞ്ഞത്. പക്ഷേ പിൽക്കാലത്ത് പല സന്ദർഭങ്ങളിലും പല സിനിമകളുമൊക്കെ നമ്മൾ കഥകളുമൊക്കെ പറയുമ്പോഴും അദ്ദേഹം അവിടെയും അദ്ദേഹത്തിൻ്റെ തിരക്കഥാകൃത്ത് എന്നുള്ള രീതിയിൽ അദ്ദേഹം ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചു തുടങ്ങി. ഈ സിനിമ നമ്മൾ എടുക്കേണ്ടതാണോ? ഇതിനകത്ത് ഇങ്ങനെ ലോജിക്ക് കുറവില്ലേ? അപ്പോൾ അതിനെല്ലാം നമുക്ക് മറുപടിയില്ല. അപ്പോൾ അത്രയും ശുഷ്കാന്തിയോടെ ശ്രദ്ധയോടെയാണ് അദ്ദേഹം അഭിനയമാണെങ്കിലും സംവിധാനമാണെങ്കിലും തിരക്കഥയാണെങ്കിലും എല്ലാം കൈകാര്യം ചെയ്യുന്നത്. ആ തരത്തിലുള്ള ആ ഒരു കർക്കശ സ്വഭാവത്തോടെയാണ്. അപ്പം ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞാൽ ഒരുപാട് നാളെന്നൊന്നുമില്ല, മെനഞ്ഞാന്നും അദ്ദേഹത്തിൻ്റെ ഭാര്യ വിമല ടീച്ചർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മുകേഷ് ഇങ്ങനെ ശ്രീനേട്ടന് സംസാരിക്കാൻ ഒരു ചെറിയ വിഷമമുണ്ട്, കാര്യം ഒന്ന് വീണു. ഞാൻ പറഞ്ഞു അയ്യോ ഞാൻ അറിഞ്ഞില്ല. അല്ല, അങ്ങനെ വലിയ ആരും അറിയിപ്പിച്ചൊന്നുമില്ല, കാലൊന്ന് ചെറിയ വേദനയുണ്ട്, അതുകൊണ്ടാണ് സംസാരിക്കാത്തത്. ഇൻകം ടാക്സിൻ്റെ പിന്നെ ഇത് അടയ്ക്കേണ്ട സമയമായി, ഒരു ചെറിയ പേപ്പർ മിസ്സിംഗ് ഉണ്ട്, അത് ഓഡിറ്ററുടെ അടുത്ത് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇമ്മീഡിയറ്റ് ആയിട്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എറണാകുളത്തോട്ട് വരുമ്പോൾ ഞാൻ അങ്ങോട്ട് നേരെ വരുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു വെച്ച് ഇന്ന് രാവിലെ പത്രം വായിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നമുക്ക് ശരിക്കും എനിക്ക് മാത്രമല്ല ഒരു സുഹൃത്തെന്ന നിലയിലും സിനിമാക്കാരനെന്ന നിലയിലും, മലയാള സിനിമ മാത്രമല്ല അദ്ദേഹം നാഷണൽ അവാർഡും ഒക്കെ നേടിയിട്ടുള്ള ആളാണ്. ചിന്താവിഷ്ടയ ശ്യാമള, അദ്ദേഹത്തിൻ്റെ ഓരോ സൃഷ്ടിയും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തെല്ലാം ഒരുപാട് മെസ്സേജസ് ഉണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.